സാലഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേന്ത്രപ്പഴം വെച്ചിട്ട് മൈദയൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള അപ്സൈഡ് ഡൗൺ ബനാന കേക്ക് ഉണ്ടാക്കിയാലോ. റെസിപ്പി പറയട്ടെ. അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 3 അത്യാവശ്യം നല്ല വലിപ്പമുള്ള നേന്ത്രപ്പഴം ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തതാണ്. ഒരുപാട് തിന്നാവണ്ട, അതേപോലെ ഒരുപാട് കട്ടിയാവണ്ട. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഏകദേശം 1 കിലോയുടെ മോൾഡാണ് യൂസ് ചെയ്യുന്നത്. ആ മോൾഡിൻ്റെ താഴത്ത് മുഴുവനായിട്ട് വിരിക്കാൻ പാകത്തിന് സ്പ്രെഡ് ചെയ്ത് നിരത്തിയിടാൻ പാകത്തിന് അളവിൽ എടുത്തിട്ടുണ്ട്. ഏകദേശം 3 എണ്ണം. 3/4 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ കൂടെ ശർക്കര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇത് കേക്ക് ബാറ്ററിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കാനുള്ള സിറപ്പിനും വേണ്ടിയിട്ടുള്ളതാണ്. മെഷർമെൻറ്റ് ഓരോന്നിനും ഞാൻ ആ സമയത്ത് പറയാം. 3 ടേബിൾ സ്പൂൺ നെയ്യ്, 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, അത്യാവശ്യം വലുപ്പമുള്ള 2 നേന്ത്രപ്പഴം മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ഇത് ഏകദേശം 1.5 കപ്പോളം ഉണ്ടാവും. 1.25 തൊട്ട് 1.5 കപ്പോളം ഉണ്ടാവും. പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. 2 മുട്ട, 100 മില്ലി മിൽക്ക്, ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കണം. ടോണ്ട് മിൽക്ക്, പാക്കറ്റ് മിൽക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ഫാറ്റിലെ മിൽക്ക് യൂസ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണും പിന്നെ ഒരു നുള്ളു കൂടി ഉപ്പ് എടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഇതിൻ്റെ സിറപ്പ് റെഡിയാക്കി എടുക്കണം ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട്. ഒരു പാൻ എടുത്ത് വെച്ച് ശർക്കരയിൽ നിന്ന് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉരുകി നല്ലൊരു തിക്കായിട്ടുള്ള പരുവത്തിൽ വരണം. ഒരുപാട് ബോയിൽ ചെയ്ത് കരിഞ്ഞു പോകരുത്. ഒന്ന് തിക്കായിട്ട് വന്നാൽ മതി. ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 നുള്ളു ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് മാറ്റാം. ഇവിടെ ഏകദേശം 1 കിലോയുടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുവട്ടം മാത്രം, സൈഡ് മാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് വെച്ചിട്ട്. താഴെ ഭാഗത്ത് ഗ്രീസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ നെയ്യെല്ലാം ആക്കിയിട്ടുള്ള ആ ഒരു ജാഗറി സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. താഴത്ത് നെയ്യാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് അതിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാതെ സ്ലിപ്പായിക്കൊണ്ടിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് പതിയെ എല്ലായിടത്തും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഴം ചൂടോടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ചെറിയ ചെറിയ പീസുകളെല്ലാം ചേർത്ത് ഗ്യാപ്പെല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അങ്ങനെ തന്നെ മാറ്റി വയ്ക്കാം. ഇതിൻ്റെ മേളിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഫോമി ഒന്നും ആവണ്ട. ഈ യോക്സും അതുപോലെ തന്നെ അതിൻ്റെ വൈറ്റും നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മതി. ഇതിലേക്ക് മാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബനാന ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ടയും അതുപോലെ തന്നെ മാഷ് ചെയ്ത ബനാന കൂടി നന്നായിട്ട് മിക്സ് ആയ ശേഷം അതിലേക്ക് 100 മില്ലി പാൽ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂട്ടത്തിൽ 1/4 കപ്പ് ശർക്കര പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും ഇതിലേക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള 2 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ എടുത്ത് വെച്ചുകൂടി മിക്സ് ചെയ്യുക. നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നേരെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നേരെ നമുക്ക് ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റോളം അവൻ 170 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ബാറ്റർ പതിയെ ഇറക്കി വയ്ക്കാം.
ഇനി 40 മിനിറ്റ് 170 ഡിഗ്രിയിൽ കുക്ക് ചെയ്യുക. 35 മിനിറ്റ് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് അത് കുക്കായിട്ടൊന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി കുക്ക് ചെയ്യുക. അതിനുശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. റെസ്റ്റ് ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് കുക്ക് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നല്ല സെറ്റാവില്ല. ഇനി ഇത് പതിയൊരു പാത്രം എടുത്ത് പാത്രത്തിലേക്ക് ഇതിന് ജസ്റ്റ് അപ്സൈഡ് ഡൗൺ ആയിട്ട് മറിച്ചിടാം. നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന്നൊരു പീസ് പതിയെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സാധനം സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും അയച്ചു കൊടുക്കുക. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.